മിന്നു കയറി ഒരു മിന്നു. 11% ഉള്ളു ചാർജ്. ഞാൻ ഇറങ്ങിക്കോ. അത് പറയാൻ പറ്റിട്ടാണോ ഇത് കയറിയത്? ശരിയല്ല, ഇവരെ എവിടെ നിന്ന് വന്നടാ? അല്ല ഞാൻ 11% ചാർജ് ഉള്ളൂ. ഞാൻ ഇറങ്ങിയേക്കുവാ. ശരി, അത് പറയാൻ വേണ്ടിട്ടാണോ നീ കയറിയത്? പിന്നെ അല്ലല്ല, ആകെ കേറിയിട്ട് നീ വീട്ടിൽ 2 വാക്കാ. അത് കഴിഞ്ഞിട്ട് നീ മ്യൂട്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയണതാ ഞാൻ ഇറങ്ങിയേക്കുവാ. ശരി, ആ 2 വാക്കിൽ തന്നെ 2% ഇറങ്ങിപ്പോയി. ഓക്കെ ഓക്കെ, ചാർജ് വലിയ നന്നായിട്ട് വരുവാ. ഓക്കേടാ, വിട്ടോ ഇതെന്നാ. ഓക്കെ, നിന്നെ കണ്ടപ്പോ വേറതേ ഉള്ളു. ഓ വലിയ ഉപകാരം വന്നല്ല. സന്തോഷം. സൂര്യകാന്തി സോമ പറ, നിനക്കെന്താ വിളിച്ച നാക്കില്ലേ മിണ്ട? വിളിച്ചാ താക്കോളൂടല്ലോ മിണ്ടിയത്. ആക്കിനി മിണ്ടൂലല്ലോ അല്ലേ? ചിരി വന്നില്ലേ? നിങ്ങൾക്ക് ആർക്ക് ചിരി വന്നില്ല? വട്ടാണല്ലോ. എനിക്ക് പണ്ടേ വട്ടാന്ന് ഇവിടെ ഉള്ള എല്ലാവരും തീരുമാനിച്ച കാര്യമല്ലേ. എനിക്ക് വട്ടാന്ന് എല്ലാവർക്കും അറിയാം. ഈ ഫ്രണ്ടാപ്പിലുള്ള 99.9% ആൾക്കാർക്ക് എനിക്ക് വട്ടാന്ന് അറിയാം. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഓൾവേസ് ഹാപ്പി. മരണം വരും ഒരു നാൾ ഓർക്കുക മത്യാനി. അതെന്തായാലും നമുക്ക് വരാനുള്ളതാണ്. അപ്പോ അത് ഓർമ്മയിൽ എപ്പോഴും വേണം. നമ്മള് പിന്നെ അങ്ങനെയുള്ള കാര്യമൊന്നും ഓർക്കാറില്ലടാ. വരുമ്പോ വരും, പോകുമ്പോ പോകും, അത്രേ ഉള്ളു. ഞാനൊരു മാമ്പഴം തിന്നട്ടെ. തീറ്റ മാത്രമേ ഉള്ളൂ. തിന്നുക, ഉറങ്ങുക, എണീക്കുക, വീട്ടിൽ ഇരിക്കണ ദിവസം കേട്ടോ. അല്ലാത്ത ദിവസം ജോലിക്ക് പോവുക. തിന്നുക, തൂറുക, ഉറങ്ങുക. ഡേറ്റി വാക്കുകൾ പറയരുത്. പറയുമ്പോ അങ്ങനെ പറയണം. തിന്നുക, തൂറുക, ഉറങ്ങുക. അൺകൾച്ചർ വാക്കുകൾ ഉപയോഗിക്കരുത്. കൾച്ചറായിട്ടല്ല, ഈ സ്വാഭാവികം എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമല്ലേ. പിന്നെ എന്നും വിചാരിച്ച് what you mean? ഈ തിന്ന സാധനം നീ പിറ്റേ ദിവസം എടുത്ത് അശ്വിനെ ഇറങ്ങി ഓടിക്കോടാ. നിനക്ക് ജീവൻ വരെ ഓടിക്കോ. ഇവിടെ തീട്ടക്കേസ് മാത്രമേ ഉള്ളു. എന്റെ അമ്മേ, ദേ വന്നിരിക്കുന്നു അശ്വിൻ. അശ്വിനെ, നിനക്കൊരു സത്യം അറിയോ? നീ ഭയപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ പേജ് ലൈവ് പൊക്കോണ്ടിരിക്കുക. നീ എന്തിനാണ് എല്ലാരോടും കൂവിക്കൊണ്ടിരിക്കണം? നീ അങ്ങോട്ട് ലൈവ് വിടുക. അല്ലല്ല, നാളെ അതും പറയും. ദേവൻ നമ്മളെ പറ്റിച്ചുകൊണ്ട് ലൈവ് എടുക്കുന്നു എന്ന് പറയും. അത് പറയരുതല്ലോ. ഒരിക്കലും ഒരു രീതിയിലും നമ്മൾ ഇത് പറയാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കരുത്. താല്പര്യമുള്ളവർ കയറിയാൽ മതി. ഞാൻ പറയാലോ, ഇഷ്ടം അങ്ങനെ അത് ഇഷ്ടം. ആ പ്രൈവസി വേണ്ടവർ എന്റെ പേജിൽ കയറണ്ട. എന്റെ പേജിൽ പ്രൈവസി കുറച്ച് കുറവായി. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്ന യൂട്യൂബിൽ ഇടുന്നുണ്ട് കേട്ടോ. പേരും പറഞ്ഞുതരാം, കയറി നോക്കി ലൈവ് വേണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. നീ കിട്ടോ, നമ്മളെന്തായാലും പൊട്ടത്തരം പറയാൻ വരുന്നില്ലല്ലോ. നീ ഇത് കിട്ടോ, നീ ഇതെടുത്തിടൂ. ഇതെടുത്ത് ലൈവ് ഇടണേ. എന്നെ കൂടെ ഇടണം കേട്ടോ. എന്റെ യൂട്യൂബിലൊന്നുമില്ല കേട്ടോ. എന്റെ വേണ ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട് ആപ്പ് ദേവാന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അത് ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. എന്റെ പേഴ്സണൽ ഇൻസ്റ്റ അല്ല. ഫ്രണ്ട് ആപ്പ് ദേവ. അത് ഈ പേര് തന്നെയാണ്. വേറെ ഫോട്ടോ ഒന്നും അതിനകത്തില്ല. പിന്നെ ഞാനാണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് പേടിയില്ലാത്തത് കൊണ്ടും എന്റെ ഒരു ഒറിജിനൽ ഫോട്ടോ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ലൈവ് ഉണ്ടാവും. നീ തിന്നണം മാങ്ങ. പണ്ട് നമ്മള് മറ്റേ പശു എറിഞ്ഞു തൂർന്ന പോലെയുള്ള തിന്നണം. ഇപ്പൊ അൺകൾച്ചർ വാക്കുകൾ ഉപയോഗിക്കരുത്. എന്റെ ഫാൻസുകാർ പിള്ളേര് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? എടാ അങ്ങനെയല്ല. അതായത് നമ്മളിപ്പോ മാങ്ങ തിന്നിട്ട് മറ്റേ അതിന്റെ നാരൊക്കെ ചില സമയത്ത് കുണ്ടിക്കൂടെ വരികയല്ലേ. മതി, ഈ റെക്കോർഡ് കഴിഞ്ഞു കേട്ടോ. ഇനി റെക്കോർഡ് ഇൻസ്റ്റാ ബാൻ ചെയ്യും.